Hello, good evening. I hope you guys are doing good. So, can you start? Today we are going to take work, energy, power, our 6th chapter, right? So, ready ആണെങ്കിൽ എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു ഹായ് പറഞ്ഞേ. ഇവിടെ സ്റ്റുഡിയോയിൽ എല്ലാവരും റെഡിയാണ് കേട്ടോ. നിങ്ങൾ റെഡി ആണെങ്കിൽ വേഗം വാ. ഓക്കെ, ഹായ് ഹായ്. സോ ക്യാൻ യു സ്റ്റാർട്ട്? ഫിസിക്സ് ഈസ് മൈ ഹാർട്ട്. ഓ മൈ ഗുഡ്നസ്. ഇതുവരെ ആരും ഇങ്ങനെയൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. റിഷാദ് എഫക്സ് വർക്ക്. ഓക്കെ, റെഡി ഫോർ ദ ക്ലാസ്? യെസ്. Physics. Okay. Ready? So, ഇനി ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യണോ? Is there anybody, നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും? I think we can start, right? Let's start. So, this is our 6th chapter, work, energy, power. Before that, ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. My name is Anjana. So, yeah. So, the first topic, scalar product or dot product. നമ്മൾ വെക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചാണല്ലേ, നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. സോ വെക്ടേഴ്സ് രണ്ട് തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. വൺ ഈസ് സ്കാലാർ പ്രൊഡക്റ്റ് ഓർ യു ക്യാൻ സേ ഡോട്ട് പ്രൊഡക്റ്റ്, അതർവൈസ് വെക്ടർ പ്രൊഡക്റ്റ് ഓർ ക്രോസ് പ്രൊഡക്റ്റ്. ആ വെക്ടർ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ടോപ്പിക്കാണ് സ്കാലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് രണ്ട് വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് യു ആർ ഗെറ്റിംഗ് എ സ്കാലാർ ക്വാണ്ടിറ്റി, ദെൻ ദാറ്റ് ഈസ് എ സ്കാലാർ പ്രൊഡക്റ്റ്. ഓക്കെ, ദെൻ രണ്ട് വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ദാറ്റ് ഈസ് ക്രോസ് പ്രൊഡക്റ്റ് ഓർ വെക്ടർ പ്രൊഡക്റ്റ്. ക്ലിയർ? സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ യാ, ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു പ്രോബ്ലം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ, അതിലൂടെ ആ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാം. ക്ലിയർ? സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് എഫ് 3i cap plus 4j cap minus 5k cap unit and displacement d is equal to 5i cap plus 4j cap plus 3k cap unit. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫോഴ്സ് തന്നിട്ടുണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടും തമ്മിലുള്ള, രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഓക്കെ, വെയിറ്റ്. ഓക്കെ, 1 minute. Give me a second.
Okay, sorry, some technical errors. Okay, le. Audio, everything is okay, right? So, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, റൈറ്റ്? പോയോ എല്ലാവരും? സോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? നമ്മളിവിടെ സ്കാലർ പ്രൊഡക്റ്റ് നോക്കിക്കൊണ്ടിരുന്നതാണ് അല്ലേ? അപ്പം ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു 3i 4j മൈനസ് 5k ക്യാപ്പ് തന്നിട്ടുണ്ട്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഡി ഇസ് ഈക്വൽ ടു 5i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റിമെമ്പർ വൺ ഇക്വേഷൻ, ദാറ്റ് ഇസ് a dot b is equal to magnitude of a into magnitude of b cos theta. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, വെക്റ്റർ എൻ്റെയും വെക്റ്റർ ബിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ, റൈറ്റ്? ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണേണ്ടത് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതായത് തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ എന്ത് വരും? കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ക്ലിയർ? ദെൻ ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ തീറ്റ? തീറ്റ ഇസ് നത്തിങ് ബട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് a dot b by magnitude of a dot a magnitude of b. Clear? This is the equation. Okay, ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഞാൻ എടുത്തത് എ വെക്ടറും ബി വെക്ടറും ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എഫും ബിയും തന്നിട്ടുണ്ട്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സോ യാ, എഫ് ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? എഫ് ഇസ് ഈക്വൽ ടു ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു ഈ തന്നിരിക്കുന്ന വെക്ടർ എടുത്ത് എഴുതുക, വിച്ച് ഇസ് 3i ക്യാപ് പ്ലസ് 4j ക്യാപ് മൈനസ് 5k ക്യാപ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫോഴ്സിൻ്റെ വെക്ടർ, യൂണിറ്റ് വെക്ടർ തന്നിരിക്കുന്നത്. നൗ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 5i ക്യാപ് പ്ലസ് 4j ക്യാപ് പ്ലസ് 3k ക്യാപ്. 4j cap plus 3k cap. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എഫ് ഡോട്ട് ഡി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. എഫ് ഡോട്ട് ഡി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. ഇതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തീറ്റ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു what is that? F dot d by magnitude of f into magnitude of d. അപ്പം ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. എഫ് ഡോട്ട് ഡി കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം? സോ എഫ് ഡോട്ട് ഡി, ആദ്യം നമ്മൾ ഐ യൂണിറ്റ് വെക്ടറിൻ്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ജെൻ്റേത് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ കെൻ്റേത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനറിയോ? നിങ്ങൾക്ക് ചെയ്യാനറിയോ? ഒന്ന് വേഗം കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോ? യെസ് 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 യെസ്. ഓക്കെ, സച്ചിൻ സാർ എവിടെയാണ്? സച്ചിൻ സാറും ഞാനും ഉണ്ടാവും കേട്ടോ ക്ലാസ് എടുക്കാൻ. ഡോണ്ട് വറി, സച്ചിൻ സാർ വരും. ഓക്കെ, സോ എഫ് ഡോട്ട് ഡി കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ പറഞ്ഞു കോഎഫിഷ്യൻ്റ് ഓഫ് ഐ മൾട്ടിപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് ദാറ്റ്? എഫിൻ്റേത് 3 ആണ്, ഡിൻ്റേത് 5 ആണ്. ഓക്കെ, സോ 3 ക്രോസ് 5, ദെൻ വാട്ട്? പ്ലസ് ഐ ക്യാപ് പ്ലസ്, കാരണം ഐ ഞാനിപ്പോൾ തൽക്കാലം എഴുതുന്നതാണ്, ഐ ഡോട്ട് ഐ എന്താണ്? 1 ആണ്. ഓക്കെ, അതർവൈസ് ഐ വിൽ ഡു ലൈക്ക് ദിസ്. പ്ലസ് നെക്സ്റ്റ് ജെ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 4 ഇൻറ്റു 4 പ്ലസ് കെ ക്യാപ്പിൻ്റേതോ? -5 ക്രോസ് 3. ഓക്കെ,
This is 15 plus 16 plus, sorry, minus 15. Okay, this is 15 plus 16 minus 15. Clear? മനസ്സിലാവുന്നുണ്ടോ? Is that fine? Hello? നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? I hope so. Okay. So how much we will get this? This is nothing but 16. Okay. ഇത് എത്രയാണ്? 16. അപ്പോൾ F dot D നമ്മൾ കണ്ടുപിടിച്ചു. ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു, 16 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതാ ഇവിടെ താഴെയുള്ളത് കണ്ടുപിടിക്കണം അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സും കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചതാണ്. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് കിട്ടും. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, വിച്ച് മീൻസ് ടേക്കിംഗ് സ്ക്വയർ റൂട്ട് 3 square plus 4 square plus minus 5 whole square. ഇത് എത്ര കിട്ടും? This is nothing but root 15 അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് എത്ര കിട്ടുന്നത്? റൂട്ട് 15. നെക്സ്റ്റ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിയും സെയിം വേ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കാം. എത്രയൊക്കെയാണ് നമ്മുടെ ഡിന്റെ വാല്യൂസ്? 5, 4, 3. ഓക്കെ, 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. This is also we will get root 50. So നമുക്ക് എന്തൊക്കെ കിട്ടി? മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫും കിട്ടി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിയും കിട്ടി, എഫ് ഡോട്ട് ഡിയും കിട്ടി. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കോസ് തീറ്റ വിച്ച് ഇസ് നത്തിങ് ബട്ട് we got 16 by root 50 into root 50. Okay, this is you will get 16 by 50. ആൻഡ് ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.32 എന്ന് കിട്ടും അല്ലേ? 0.32 എന്ന് കിട്ടും. സോ തീറ്റ ഇസ് നത്തിങ് ബട്ട് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0.32 ആണെങ്കിൽ തീറ്റ എത്രയായിരിക്കും? തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 0.32. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടാലും ഓക്കെയാണ്. ക്ലിയർ ആയോ? ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇസ് ദർ എനി ഡൗട്ട്? അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ പഠിച്ചു, ഇക്വേഷൻസ് പഠിച്ചു, ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. നിങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ. എഫ് കാണുന്നില്ല. മാഗ്നിറ്റ്യൂഡ് എഫ് ആണോ കാണാത്തത്? ഓക്കെ, ഞാനിവിടെ ഒന്നുകൂടി കാണിക്കാം. മാഗ്നിറ്റ്യൂഡ് എഫ് എന്ത് വരും? വിച്ച് ഇസ് നത്തിങ് ബട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. എന്താണ് നമ്മളുടെ എഫിൻ്റെ യൂണിറ്റ് വെക്ടർ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 5 ഹോൾ സ്ക്വയർ. ഇത് എത്ര കിട്ടും? റൂട്ട് 15 തന്നെ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നൗ ദ നെക്സ്റ്റ് ടോപ്പിക്. ഇതും ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. വെൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ പാരലൽ, പെർപെൻഡിക്കുലർ ആൻഡ് ആൻറ്റി പാരലൽ. 3 സ്പെഷ്യൽ കേസസ് ആണ്. ഓക്കെ, 2 വെക്ടേഴ്സ് എയും ബിയും ഇത് പാരലൽ ആണെങ്കിലും പെർപെൻഡിക്കുലർ ആണെങ്കിലും ആൻറ്റി പാരലൽ ആണെങ്കിലും എന്തായിരിക്കും മാറ്റം എന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതുക? നമ്മുടെ ഇക്വേഷൻ എഴുതി വെക്കുക. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ആ ഇക്വേഷൻ ആദ്യം എഴുതുക. ഓക്കെ, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി വിച്ച് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുകയാണ്. ക്ലിയർ? ആദ്യം പാരലൽ ആണെന്ന് പറയുന്നു. പാരലൽ ആണെന്ന് പറയുന്ന കേസിൽ എങ്ങനെയായിരിക്കും? ആംഗിൾ എത്രയായിരിക്കും? പാരലൽ ആകുമ്പോൾ ആംഗിൾ എത്രയായിരിക്കും? വേഗം കമൻറ്റ് ചെയ്ത്. തീറ്റ എത്രയായിരിക്കും? 2 വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? 2 വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ തീറ്റേൻ്റെ വാല്യൂ എത്രയായിരിക്കും അറിയോ? നോബഡി? ആർക്കും അറിയില്ല? 2 വെക്ടേഴ്സ് പാരലൽ ആണ്, എ വെക്ടർ ആൻഡ് ബി വെക്ടർ. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണ്? തീറ്റ ഇസ് ഈക്വൽ ടു 0, റൈറ്റ്? അപ്പോൾ പാരലൽ ആവുന്ന കേസിൽ തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ഡിഗ്രി. സോ കോസ് 0 എന്ന് പറയുന്നത് എത്രയായിരിക്കും? കോസ് 0 ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് 1.
സോ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ഡോട്ട് ബി ഇസ് നത്തിങ് ബട്ട് എ ബി കോസ് 0 എന്ന് പറയുന്നത് 1, വിച്ച് ഇസ് നത്തിങ് ബട്ട് എ ബി. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി. ഇതാണ് എന്ത് വരിക? രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ നമ്മളുടെ ആൻസർ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി ആയിരിക്കും. നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ പറയും. പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും എ ഡോട്ട് ബി, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്തായിരിക്കും, ആന്റി പാരലൽ ആകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആകുമ്പോൾ, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. പെർപെൻഡിക്കുലർ ആവുക എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുമ്പോൾ കോസ് തീറ്റ വിച്ച് ഇസ് നത്തിങ് ബട്ട് കോസ് 90 വിച്ച് ഇസ് നത്തിങ് ബട്ട് 0. റൈറ്റ്, കോസ് 90 എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഡോട്ട് ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി cos 90 which is 0. So ഇത് എന്താകും? 0 ആകും. ഇത് കംപ്ലീറ്റ് 0 ആവില്ലേ? സോ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. സോ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മളുടെ ആൻസർ എന്താണ്? എ ഡോട്ട് ബി ഇസ് നത്തിങ് ബട്ട് 0. ദെൻ ദ നെക്സ്റ്റ് കേസ് എന്താണ്? ലാസ്റ്റ് കേസ്, ദാറ്റ് ഇസ് ആന്റി പാരലൽ. Two vectors A and B is anti-parallel. രണ്ടും anti-parallel ആണെന്ന് പറയുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി. തീറ്റ 180 ആണെങ്കിൽ നമ്മുടെ കോസ് തീറ്റ എത്രയായിരിക്കും? കോസ് തീറ്റ വിച്ച് ഇംപ്ലൈസ് കോസ് 180 വിച്ച് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മളുടെ എ ഡോട്ട് ബി എത്ര കിട്ടും? എ ഡോട്ട് ബി വിച്ച് ഇസ് നത്തിങ് ബട്ട് -AB. ഓക്കെ, ഈ മൂന്ന് കേസ് ഓർത്ത് വെക്കുക. പാരലൽ ആണെങ്കിൽ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി, ആന്റി പാരലൽ ആണെങ്കിൽ എ മൈനസ് എ ബി, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു -AB, ആൻഡ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വരും കേട്ടോ. ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. നമ്മളുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് തുടങ്ങുന്ന ടോപ്പിക്. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയടോ. Is that clear? Okay, then the next topic is nothing but work energy power ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്ക് ആണ് നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ വർക്കിന് കൊടുക്കുന്ന ഡെഫിനിഷനും നമ്മളുടെ ഇൻ ടേംസ് ഓഫ് ഫിസിക്സ് ഓർ ആസ് എ ഫിസിക്സ് സ്റ്റുഡൻറ്റ് നമ്മൾ വർക്ക് ഡിഫൈൻ ചെയ്യുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ പഠിച്ചതാണ്. ഓക്കെ, ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ പറയലുണ്ട് പണിയെടുത്തില്ല എന്നൊക്കെ ചോദിക്കലുണ്ട്. പക്ഷെ ആ കേസാണോ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണോ? ഇൻ ടേംസ് ഓഫ് ഫിസിക്സ് വർക്ക് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്, റൈറ്റ്? വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോഴ്സ് ഒരു ബോഡിയുടെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. എങ്കിലേ അതിന് എന്ത് പറയുള്ളൂ? വർക്ക് എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ആ ഫോഴ്സ് ആ ബോഡിയുടെ മുകളിൽ ഒരു വർക്ക് ചെയ്തു എന്ന് പറയുള്ളൂ. ഓക്കെ, work is done by a force on the body over a certain displacement. ഒരു certain ഡിസ്പ്ലേസ്മെന്റിൽ ഒരു ബോഡിയുടെ മുകളിൽ ആ ഫോഴ്സ് ചെയ്യുമ്പോൾ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ആ ഫോഴ്സ് ഒരു ഡിസ്പ്ലേസ്മെന്റ്, ആ ഫോഴ്സ് ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം. ക്ലിയർ? സോ ഇവിടെ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇത് ഓർത്ത് വെക്കുക. W is equal to FS cos theta. ഓക്കെ, FS cos theta. ഇതിന് നമുക്ക് എന്തു എഴുതാം? W is equal to F dot S. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ക്ലിയർ? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ ദ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വർക്കിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ് വർക്ക് ഡൺ, നെഗറ്റീവ് വർക്ക് ഡൺ ആൻഡ് സീറോ വർക്ക് ഡൺ. വർക്കിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ വർക്ക് ഡൺ. ഇനി ഏതൊക്കെയാണ് ആ കേസ് നോക്കാം. ഓക്കെ, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിലാണ് ആ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്ഡ് ആയത് എങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അവിടെ നടന്ന വർക്ക് പോസിറ്റീവ് ആണെന്ന് പറയാം. സി ഹിയർ, ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഇതിന്റെ മുകളിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അത് ആ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത്. ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്ഡ് ആയി, വിച്ച് മീൻ ദ വർക്ക് ഇസ് പോസിറ്റീവ്. വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, നൗ
നെക്സ്റ്റ് വൺ നെഗറ്റീവ് വർക്ക് ഡൺ. ഇഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, അതായത് ഞാനൊരു ഒബ്ജക്റ്റിന് ഒരു ഫോഴ്സ് കൊടുത്തു, പക്ഷെ അത് അവിടേക്ക് നീങ്ങിയില്ല, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ്. പക്ഷെ അപ്ലൈഡ് ഫോഴ്സിന്റെ കാര്യത്തിൽ അധികം ഇങ്ങനെയല്ല കേട്ടോ വരിക. ഇത് എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം, പക്ഷേ നിങ്ങൾ കണ്ടന്റ് ഇത്രയും മനസ്സിലാക്കുക. ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുന്നോ ആ ഫോഴ്സിന്റെ വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആ ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, ഫോഴ്സ് ഒരു ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആണെങ്കിൽ വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. ക്ലിയർ? ദെൻ സീറോ വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഒരു വർക്കും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വർക്ക്, അവിടെ ഒരു വർക്ക് നടന്നിട്ടില്ല, വിച്ച് മീൻസ് വർക്ക് ഡൺ സീറോ ആണ്. ആൻഡ് നമ്മൾ ഫോഴ്സ് കൊടുത്തു, അതായത് ഒരു ചുമരിന്റെ മുകളിലൊക്കെ നമ്മൾ കടന്ന് തള്ളി, പക്ഷേ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിലും എന്ത് പറയാം? ആ ഫോഴ്സ് അവിടെ ഒരു വർക്കും ചെയ്തിട്ടില്ല, വിച്ച് മീൻസ് ദ വർക്ക് ഇസ് സീറോ. റൈറ്റ്? ദെൻ ദ ലാസ്റ്റ് കേസ്, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. അതായത് ഫോഴ്സ് ഒരു ഡയറക്ഷനിലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? അവിടെ ഉണ്ടാകുന്നത് ആംഗിൾ 90 ഡിഗ്രി ആണ്, അതായത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്, വിച്ച് മീൻസ് ദ വർക്ക് ഡൺ ഇസ് സീറോ. അവിടെ ഒരു വർക്ക് നടന്നിട്ടില്ല. ഓക്കെ, എനിക്ക് പറയേണ്ടത് നെഗറ്റീവ് വർക്ക് ഡണ്ണിന് നിങ്ങൾ എനിക്കൊരു എക്സാമ്പിൾ തരണം. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നതാണ് നെഗറ്റീവ് വർക്ക് ഡണ്ണിന്, അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് വർക്ക് ഡണ്ണിന് നിങ്ങൾ എനിക്ക് ഒരു എക്സാമ്പിൾ തരണം. ജസ്റ്റ് അത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇസ് ഇറ്റ് പോസിബിൾ? ഏതാണ് നെഗറ്റീവ് വർക്ക് ഡൺ? ആരും എന്താ റിപ്ലൈ തരാത്തെ? വേഗം, നിങ്ങൾക്ക് അറിയുമെങ്കിൽ വേഗം പറയാ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഓക്കെ, ആരും കമന്റ് ചെയ്യുന്നില്ല, അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് അറിയില്ല എന്നിട്ട്. ഓക്കെ. സോ നെഗറ്റീവ് വർക്ക് ഡണ്ണിന്റെ എക്സാമ്പിൾ ഇസ് നത്തിങ് ബട്ട്, നമ്മൾ എന്നും നടക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നല്ലപോലെ നടക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? നമ്മൾ നടക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷനിലും അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. അതായത് ഫോഴ്സ് ഈസ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വിച്ച് മീൻസ് വി ക്യാൻ സേ ദാറ്റ് ദ നെഗറ്റീവ് വർക്ക് ഇസ് ഡൺ ദെൻ. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ്, റെസിസ്റ്റീവ് ഫോഴ്സ്, ഇതൊക്കെ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫോഴ്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ക്ലിയർ? ദെൻ സീറോ വർക്ക് ഡണ്ണിന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാം. എല്ലാ ഒബ്ജക്റ്റിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ എയറോപ്ലെയിൻ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എയറോപ്ലെയിൻ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു, അതിന്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടോ? ആ ഫോഴ്സ്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എയറോപ്ലെയിന്റെ മുകളിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്താണ്? സീറോയാണ്. കാരണം അവിടെ ചെയ്ത പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ വിമാനം എവിടെ എത്തണം? എയറോപ്ലെയിൻ എവിടെ എത്തണം? താഴെ എത്തണം. പക്ഷേ എയറോപ്ലെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് അനദർ ഡയറക്ഷനുമാണ്. അത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, വിച്ച് മീൻസ് ദാറ്റ് ഇസ് സീറോ വർക്ക് ഡൺ. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എയറോപ്ലെയിന്റെ മുകളിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണെന്ന് പറയാം. ഓക്കെ, ഓ ടഗ് ഓഫ് ആർ, യെസ്. ഓക്കെ, ക്ലിയർ? ഇതിലിനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? പോസിറ്റീവ് വർക്ക് ഡൺ, നെഗറ്റീവ് വർക്ക് ഡൺ, സീറോ വർക്ക് ഡൺ, ഐ ഹോപ്പ് സോ. നെക്സ്റ്റ്, ഇതും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും യൂഷ്വലി ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വർക്ക്. നിങ്ങൾക്ക് കുറച്ച് ഏതെങ്കിലും ടൈപ്പ് ഓഫ് സിനാരിയോസ് തരും, നിങ്ങൾ അത് ഏത് ടൈപ്പ് ഓഫ് വർക്ക് ആണെന്ന് പറയണം. അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും ഇതിൽ പോസിറ്റീവ് വർക്ക് ഡൺ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് വർക്ക് ഡൺ ആണ് ഐഡന്റിഫൈ ചെയ്യാനാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾ ആൻസർ ചെയ്യുന്നു വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ bucket out of a well by means of a rope tied the bucket. എന്താണ് ആ വർക്ക് ഡൺ? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ സീറോ? അതായത് ഒരാളൊരു ബക്കറ്റിന്റെ മുകളിൽ കയറി കെട്ടിയിട്ട് വെള്ളം കോരുന്നുണ്ട്. അയാളുടെ അപ്ലൈഡ് ഫോഴ്സും അവിടെ ബക്കറ്റിന്റെ മൂവ്മെന്റും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അഷ്ഹൻ, യെസ്, വെരി ഗുഡ്, പോസിറ്റീവ്. യെസ്, കാരണം എന്താണ്? ബക്കറ്റ് എങ്ങോട്ടാണ് ഡിസ്പ്ലേസ്ഡ് ആവുന്നത്? കിണറിന് മുകളിലേക്കാണ്. ഫോഴ്സ് കൊടുക്കുന്നതോ മുകളിലേക്കാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണ്, വിച്ച് മീൻസ് ദിസ് ഈസ് പോസിറ്റീവ് വർക്ക് ഡൺ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ദ എബവ് കേസ്. മോള് തന്നിരിക്കുന്ന കേസിൽ ഉള്ള വർക്ക് ഡൺ ഏതാണെന്ന് വേഗം ആൻസർ ചെയ്തേ. നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഏതാണെന്ന്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഏതാണ്?
യെസ്, നെഗറ്റീവ് വർക്ക് ആണ്. കാരണം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലേക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ താഴേക്കും. രണ്ടും ഡിഫറെന്റ് ഡയറക്ഷൻസിലാണ് അല്ലേ? അപ്പൊ എന്ത് പറയാം നമുക്ക്? ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് വർക്ക് ഡൺ ആണെന്ന് പറയാം. ക്ലിയർ? ആൻഡ് ദ തേർഡ് വൺ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു ചെരിഞ്ഞൊരു പ്രതലം, ഇതിലൂടെ ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്ത ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ കൊടുത്ത ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ചോദിച്ചത്. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് താഴോട്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ്. ഫോഴ്സ് എങ്ങോട്ടാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്കാണ്. വിച്ച് മീൻസ് എന്താണ്? ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ആൻസർ എഴുതാം. നെഗറ്റീവ് ആയിരിക്കും. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എന്തിനും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, നൗ ദ ഫോർത്ത് വൺ, വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓൺ എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം ഇൻ ബ്രിങ്ങിങ് ഇറ്റ് ടു റെസ്റ്റ്. ഒരു പെൻഡുലത്തിന്റെ മുകളിൽ എയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സിന്റെ വർക്ക് ഡൺ എന്താണെന്ന്. അതും എന്തായിരിക്കും? റെസിസ്റ്റീവ് ഫോഴ്സും എപ്പോഴും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഇതിന്റെ ആൻസറും എന്താണ്? നെഗറ്റീവ് വർക്ക് ഡൺ ആണ്. ക്ലിയർ? I hope it's clear. Okay, now the next topic, energy. എന്താണ് എനർജി? നമ്മൾ സ്ഥിരം പറയുന്നതാണ് അവന് എനർജി ഇല്ല, അവർക്ക് എനർജി ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര എനർജി ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഈ എനർജി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്ത് അടിസ്ഥാനത്തിൽ ഒരാൾക്ക് എനർജി കുറവാണ് അല്ലെങ്കിൽ എനർജി ഭയങ്കര ഹൈ എനർജി ആണെന്നൊക്കെ പറയുന്നത് എന്തിന്റെ ബേസിലാണ്? അവർ ചെയ്യുന്ന വർക്കിന്റെ ബേസിലാണല്ലേ? അല്ലെ, അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അയാൾക്ക് എനർജി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ക്ലിയർ? സോ കപ്പാസിറ്റി ടു പെർഫോം എ വർക്ക്, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ എബിലിറ്റി അല്ലെ കപ്പാസിറ്റിനാണ് നമ്മൾ എന്ത് പറയാ? എനർജി എന്ന് പറയാം. ഓക്കെ, എനർജി ഇസ് നത്തിങ് ബട്ട് കപ്പാസിറ്റി ടു പെർഫോം എ വർക്ക്. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് എനർജി നമുക്കറിയാം? ഏതൊക്കെ ടൈപ്സ് ഓഫ് എനർജി നമുക്കറിയാം? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ഉണ്ട് അല്ലേ? കുറേ എനർജീസ് ഉണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ഏതൊക്കെയാ എനർജീസ്? സൗണ്ട് എനർജി, സൗണ്ട് എനർജി. ഞാൻ കുറച്ച് എക്സാമ്പിൾ ഇവിടെ നോട്ട് ചെയ്യാം കേട്ടോ. സൗണ്ട് എനർജി, ലൈറ്റ് എനർജി, ലൈറ്റ് എനർജി ആൻഡ് വിൻഡ് എനർജി. ദർ ആർ മെനി തിങ്. പക്ഷെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നപ്പോൾ ഈ എനർജികളൊന്നുമല്ല, മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, മെക്കാനിക്കൽ എനർജി. ആൻഡ് മെക്കാനിക്കൽ എനർജീനെ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മെക്കാനിക്കൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഓർ ദിസ് ഇസ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇവിടെ കാണുന്നില്ല അല്ലേ? ഒരു മിനിറ്റ്. So mechanical energy which is equal to kinetic energy plus potential energy. Clear ആണോ? Clear. Kinetic energy. Okay. Kinetic energy plus potential energy. Okay. നൗ അപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മളിവിടെ ആക്ച്വലി ക്രിസ്പായിട്ട്, അതായത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന കോൺസെപ്റ്റാണ് കേട്ടോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ എന്താണ് കൈനറ്റിക് എനർജി? എന്താണ് കൈനറ്റിക് എനർജി? ഞാനൊരു ഹാമർ ഇവിടെ വെച്ചു, കുറച്ചേരം അത് അങ്ങനെ വെച്ചു, എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നുമില്ല. പക്ഷെ അതിന് പകരം ആ ഹാമർ എടുത്ത് ഞാൻ ഒരാളുടെ തലക്കെറിഞ്ഞാലോ നല്ലപോലെ പണി കിട്ടും അല്ലേ? അപ്പം റെസ്റ്റിലായിരുന്നപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അത് സെയിം ഒബ്ജക്റ്റ് ഞാൻ എടുത്ത് എറിഞ്ഞപ്പോൾ അതൊരു മോഷൻ സ്റ്റേറ്റിലേക്ക് മാറിയപ്പോൾ അതിനെന്ത് സംഭവിച്ചു? അതിനൊരു എനർജി ഗെയിൻ ചെയ്തു. ഇതേപോലെ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വേർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ, അതായത് ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ മോഷൻ കാരണം ഗെയിൻ ചെയ്യുന്ന എനർജീനെ നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ മോഷൻ കാരണം ഗെയിൻ ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയാ? കൈനറ്റിക് എനർജി. ഓക്കെ, ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. Anybody know?
ഡിറൈവ് ചെയ്യണോ? ഓക്കെ, വെയിറ്റ്. ഓക്കെ, എങ്ങനെയാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv², നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ആ ഇക്വേഷൻസിലേക്ക് എങ്ങനെയാണ് എത്തിയത് നമുക്കുള്ളത് ഇപ്പോൾ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാനിവിടെ ഞാനൊരു സ്ട്രെയിറ്റ് പാത്ത് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ എന്തുണ്ട്? ഞാനൊരു എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, ഇതിന് എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് കേട്ടോ. ആൻഡ് ഇതെന്ത് ചെയ്തു? ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനീഷ്യലി ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ക്ലിയർ? ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ഫോഴ്സ് കൊടുത്തു, അതിനൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഡിസ്പ്ലേസ്ഡ് ആകും അല്ലേ? ഇത് ഡിസ്പ്ലേസ്ഡ് ആകും. ആൻഡ് ഇറ്റ് ഗെയിൻഡ് എ വെലോസിറ്റി v. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി, അതായത് ഇതിപ്പോൾ എ പൊസിഷൻ എടുക്കാം ആൻഡ് ദിസ് ഇസ് ബി എന്ന് എടുക്കാം. ഓക്കെ, ഇനീഷ്യലി അറ്റ് എയിൽ അതിൻ്റെ വെലോസിറ്റി എത്രയായിരുന്നു? u ആയിരുന്നു. ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ അത് ഡിസ്പ്ലേസ്ഡ് ആയി. മാസ് ചേഞ്ച് ചെയ്യോ? ഇല്ല, മാസ് ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു, v ആയി. b എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി v ആണ്. ആൻഡ് ദിസ് ഡിസ്പ്ലേസ്മെന്റ്, ഈ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് എന്ത് പറയാം? എക്സ് എന്നോ എസ് എന്നോ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം. ആ ഡിസ്പ്ലേസ്മെന്റ് എ ടു ബി എന്നുള്ള ആ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എന്തെടുക്കാം? എക്സ് എന്ന് എടുക്കാം. ഓക്കെ, നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു? ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അപ്പോൾ അവിടെ നടന്നത് എന്താണ്? അവിടെ ഒരു വർക്ക് നടന്നല്ലേ? ഈ ഫോഴ്സ് ഇവിടെ ഒരു വർക്ക് ചെയ്തു. സോ വി ക്യാൻ റൈറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. റൈറ്റ്, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. എഫ് ഡോട്ട് എസ് നോ എഫ് ക്രോസ് എസ് നോ ഒക്കെ എഴുതാം. ഓക്കെ, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. ഇനി ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ വാട്ട് ഈസ് ഫോഴ്സിന്റെ ഇക്വേഷൻ? എന്താ? എഫ് ഈസ് നത്തിങ് ബട്ട് എം എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിൽ നിന്ന് ഈ ബോഡിക്ക് ഉണ്ടായ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ എന്താണ്? എഫ് ബൈ എം. ഓക്കെ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫ് ബൈ എം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നൗ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? അറ്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒബ്ജക്റ്റിന് ഉണ്ടായിട്ടുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒബ്ജക്റ്റിന് ഉണ്ടായിട്ടുള്ള, അതായത് ഇതിന് ഉണ്ടായിട്ടുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. വി എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അവിടെ അപ്പം ഉള്ളത് വി ആണേ അറിയുള്ളൂ. വി ഈസ് ഈക്വൽ ടു ഹൗ മച്ച് നമുക്ക് അറിയില്ല. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് ബി ബിയിലുള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. എന്താ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ which is nothing but v square is equal to u square plus 2as. v square is equal to u square plus 2as. ഇവിടെ v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആൻഡ് u is nothing but the initial velocity. 2 into a എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ. ആൻഡ് s is the displacement. ഓക്കെ, s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ യു സ്ക്വയർ എത്രയാണ്? യു സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഓക്കെ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ആഫ്റ്റർ ദാറ്റ് വാട്ട് വി ക്യാൻ ഡു? അപ്പോൾ ഞാനൊന്നും കൂടി എഴുതാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. എന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ നമ്മൾ? സോ നമുക്ക് എഴുതാം ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 into എഫ് ബൈ എം. ആൻഡ് ദ എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തത്? എക്സ് ആണ് എടുത്തത്. ഓക്കെ, സോ എഫ് എക്സ് ബൈ എം എന്ന് എഴുതാം. ക്ലിയർ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 into എഫ് എക്സ് ബൈ എം. ഹിയർ ഈ എഫ് എക്സ് എന്താണ്? എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് വർക്ക് ഡൺ. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 into വർക്ക് ഡൺ ബൈ എം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇതിൽ നിന്ന് വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ്, ഇങ്ങോട്ട് എടുത്ത് റീഅറേഞ്ച് ചെയ്യുമ്പം എം വി സ്ക്വയർ. ഓക്കെ, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ, വിച്ച് മീൻസ് ഈ വർക്ക് ഡൺ തന്നെയാണ് അവിടെ എന്തായിട്ട് മാറുന്നത്? ഇവിടെ നമ്മൾ കൊടുക്കുന്ന വർക്ക് തന്നെയാണ് അവിടെ കൈനറ്റിക് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അല്ലെ കൈനറ്റിക് എനർജി ആയിട്ട് ഗെയിൻ ചെയ്യുന്നത്. ക്ലിയർ? സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. സോ വി ക്യാൻ റൈറ്റ് kinetic energy which is nothing but half mv square. വർക്ക് ഡൺ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യില്ലേ? സോ നമുക്കൊരു കണ്ടീഷനും കൂടി എഴുതാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ,
സോ എങ്ങനെയാണ് നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടിയെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഹാഫ് എം വി സ്ക്വയർ ഇക്വേഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് ക്ലിയർ ആണോ? ഹാഫ് എം വി സ്ക്വയർ, യെസ് യെസ്, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഐ തിങ്ക് സോ. സോ നമുക്ക് എന്ത് കിട്ടി? ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടി. നൗ വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. സെയിം വേ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം വേ നമ്മളിവിടെ ഒരു മാസ് എം കൺസിഡർ ചെയ്യുന്നു. മാസ് എം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതിനൊരു വെലോസിറ്റി ഉണ്ട് യു. ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? യു എന്നാണ് നമ്മൾ ഇതിൻ്റെ വെലോസിറ്റി എടുക്കുന്നത്. വെയിറ്റ് 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 മാസ് എം, ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് യു. ആൻഡ് ഇതിനൊരു ഫോഴ്സ് കൊടുക്കുന്നു. എന്താ? ഇതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് വി ആകുന്നു. ഓക്കെ, വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് എന്താകുന്നു? വി ആകുന്നു. ക്ലിയർ? ക്ലിയർ? വെലോസിറ്റി വി ആയി മാറുന്നു. ആൻഡ് ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് എന്തെടുക്കാം? എസ് എന്ന് എടുക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ എക്സ് എടുത്തു. എക്സോ എസോ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. മാസ് എം, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. എന്ത് ചെയ്തു? അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായി? വി എന്നായി. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇവിടെ ഫോഴ്സ് കൊടുത്ത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ സ്ഥിതിക്ക് അവിടെ ഒരു വർക്ക് നടന്നിട്ടുണ്ട്. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, റൈറ്റ്? എഫ് ഇൻറ്റു എസ്. എഫിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? എം എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് എം എ എസ് എന്ന് എഴുതി കൂടെ? എം എ എസ് എന്ന് എഴുതാം. Now what we are going to do, the same way we derive the equation for kinetic energy. Third equation of motion use ചെയ്യുക. V square is equal to U square plus 2AS. V square is equal to U square plus 2AS. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇവിടെ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് എ എന്ന് പറയുന്ന ആക്സിലറേഷൻ, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ which is equal to 2AS എന്ന് കിട്ടും അല്ലേ? ആഫ്റ്റർ ദാറ്റ് എസിനെ അവിടെ വെക്കുമ്പോഴോ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2 which is equal to AS. ക്ലിയർ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ എസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? നമുക്കിവിടെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എം എ എസ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഐ എം ഗിവിംഗ് ദ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് 2. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് 2 in 1. ഓക്കെ, 2 in 1. 2 in 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Work done is equal to work done which is equal to mass into v square minus u square by 2. Work done is equal to mass into v square minus u square by 2. Just 2 നെ പുറത്തെടുക്കുക. Work done is equal to 1 by 2 m into v square minus u square. ഇതിനൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ what will get? half m v square minus half m u square. Okay, sorry. half m u square which is nothing but v എന്തായിരുന്നു? ഫൈനൽ വെലോസിറ്റി ആയിരുന്നു അല്ലേ? v ഫൈനൽ വെലോസിറ്റി ആയിരുന്നു and u is the initial velocity. നമുക്ക് ഇത് എഴുതാം. കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് kinetic energy initial which is nothing but the work done which is change in kinetic energy. ഇത് തന്നെയാണ് നമ്മളുടെ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി which is equal to work done. ക്ലിയർ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി is equal to work done. എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ആണെങ്കിൽ ഒരു യെസ് പറഞ്ഞേ, അല്ലെ ഒരു തംസ് അപ്പ്. എല്ലാവർക്കും വർക്ക് എനർജി തിയറവും നമ്മളുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും ക്ലിയർ ആണോ? വർക്ക് എനർജി തിയറം ആൻഡ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, യെസ്. Now we are going to do the next thing. Relation between kinetic energy and linear momentum.
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ വർഷവും എന്ന് പറഞ്ഞ പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. കൈനറ്റിക് എനർജിയുടെയും ലീനിയർ മൊമെന്റത്തിൻ്റെയും റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, സോ ഈസിയാണ്. നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി വിച്ച് ഇസ് നത്തിങ് ബട്ട് ഹാഫ് എം വി സ്ക്വയർ, റൈറ്റ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ? കൈനറ്റിക് എനർജി വിച്ച് ഇസ് നത്തിങ് ബട്ട് ഹാഫ് എം വി സ്ക്വയർ, റൈറ്റ്? കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ നമുക്കറിയുന്ന കാര്യം. നൗ മൊമെന്റം ഇസ് നത്തിങ് ബട്ട് മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതും സിമ്പിൾ ആണ്. ഇനി ഇത് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ, ഐ എം ഗിവിംഗ് ദിസ് നമ്പർ 2 ആൻഡ് ദിസ് ഇസ് 1. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. വി ഈസ് ഈക്വൽ ടു വാട്ട്? പി ബൈ എം. ഓക്കെ, വി ഈസ് ഈക്വൽ ടു പി ബൈ എം എന്ന് കിട്ടും. ഇതിന് ഞാൻ തേർഡ് കൊടുക്കുന്നു, നമ്പർ ഇക്വേഷൻ നമ്പർ തേർഡ് കൊടുക്കുന്നു. ആൻഡ് ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഹിയർ. ക്ലിയർ? അപ്പൊ എന്താ വരിക? കൈനറ്റിക് എനർജി വിച്ച് ഇസ് നത്തിങ് ബട്ട് ഹാഫ് എം. ശ്രദ്ധിക്കുക, ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് നമ്മൾ കിട്ടുന്ന ആവേശത്തിൽ പി ബൈ എം മാത്രം എഴുതും. അങ്ങനെ ആയാൽ തെറ്റി. ഇവിടെ വി സ്ക്വയർ ആണ്, വിക്ക് പകരം പി ബൈ എം ആണ്. സോ വി ഹാവ് ടു ഹോൾ സ്ക്വയർ, put whole square, p by m whole square. Then what we'll get? Half m, p square by m square, cancelling. We'll get the equations. Okay, we'll get kinetic energy which is equal to p square by 2m. Clear? ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. കൈനറ്റിക് എനർജി എത്ര കിട്ടി? p square by 2m കിട്ടി. ഇതിൽ നിന്ന് പി സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റീഅറേഞ്ച് ചെയ്യുമ്പോൾ പി സ്ക്വയർ ഇസ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി ഇൻറ്റു 2m എന്ന് കിട്ടും അല്ലേ? പി സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഇൻറ്റു 2m എന്ന് കിട്ടും. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഇൻറ്റു 2m ആണെങ്കിൽ പി കാണാൻ, മൊമെന്റം കാണാൻ എന്ത് ചെയ്താൽ മതി? ടേക്കിംഗ് സ്ക്വയർ റൂട്ട് കൈനറ്റിക് എനർജി ഇൻറ്റു 2m. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. മൊമെന്റം ഇസ് നത്തിങ് ബട്ട് square root of kinetic energy into momentum. Okay, ഇനി മൊമെന്റവും മാസും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? മൊമെന്റം ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എം. ഈ റിലേഷനും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. മൊമെന്റം വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇറ്റ്സ് മാസ്. ക്ലിയർ? ഓക്കെ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഹൗ മച്ച് മാർക്സ് എക്സ്പെക്റ്റഡ് ഈ ചാപ്റ്റർ നിന്നാണോ ഫ്രം ഹിയർ? ഐ തിങ്ക് 2 to 3 മാർക്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് റാൻഡം ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഡിഫറെൻറ്റ് കൈൻഡ്സിലാണ് ചോദിക്കുക. മൊമെൻറ്റവും മാസും തമ്മിലുള്ള റിലേഷൻ ചോദിക്കും, അല്ലെ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ ഡയറക്ട്ലി ചോദിക്കും. ഓക്കെ, സോ ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. സോ നൗ യെസ് ഫ്രം ഹിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, now the next topic, potential energy. So total energy or mechanical energy divided into two, kinetic energy and potential energy. Kinetic energy ne patti nammal discuss chedu, kinetic energy equation derive chedu, after that work energy theorem derive chedu, then kinetic energy momentum aayittulla relation derive chedu. Moonannam very very important. Then this is potential energy. Potential energy എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വേർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ ഇറ്റ്സ് സ്ട്രെയിൻ. അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ല് ഞാൻ മതിലിൻ്റെ മുകളിൽ വെക്കുന്നു. മതിലിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് താഴേക്ക് ഒരാളുടെ തലയിലേക്ക് ഇടാം. നമുക്ക് നേരത്തെ ഹാമറല്ലേ എറിഞ്ഞത്, ഇപ്പം നമുക്ക് ആ കല്ലെടുത്ത് തലയിലിടാം. എന്തായിരിക്കും സംഭവിക്കുക? തലയ്ക്ക് പണി കിട്ടും അല്ലേ? തലയ്ക്ക് നല്ലപോലെ പണി കിട്ടും. അപ്പോൾ ഇത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ എഫക്റ്റ് കൂടും. ശരിയാണ്, അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട്, അതായത് മോഷനിലേക്ക് വരുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ബട്ട് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ഗെയിൻ ചെയ്യുന്നുണ്ട്? അതിനൊരു എനർജി ഗെയിൻ ചെയ്യുന്നുണ്ട്. വി ക്യാൻ സേ ഇറ്റ് ഗെയിനിങ് ആൻ എനർജി. അതായത് അതിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനോ ചേഞ്ച് ചെയ്യുന്നത് വഴി ഒരു ഒബ്ജക്റ്റിന് ഗെയിൻ ചെയ്യുന്ന എനർജീനെ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അഥവാ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, 9th പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഒബ്ജക്റ്റിനെ നമുക്കൊരു ഹൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ഫോഴ്സ് കൊടുക്കേണ്ടി വരും? mg അല്ലേ? ഫോഴ്സ് ഇസ് നത്തിങ് ബട്ട് mg കൊടുക്കേണ്ടി വരും. ദെൻ ഇൻറ്റു h, എത്ര ഹൈറ്റിലേക്കാണോ ഡിസ്പ്ലേസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് h. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു mgh.
നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, U is equal to mgh. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഹൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? Now the principle of conservation of total mechanical energy. നേരത്തെ കൈനറ്റിക് എനർജിയും മൊമെൻറ്റും റിലേഷൻ പറഞ്ഞ പോലെ അതിലും കുറച്ചും കൂടിയ മാർക്കിന് ചോദിക്കുന്നത്, അതായത് ടോട്ടൽ ഒരു 3 to 4 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇത് പലതരത്തിൽ ചോദിക്കാം, ഫ്രീ ഫോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരാം. പക്ഷേ ഇതെന്തായാലും ഉണ്ടാവും. ആൻഡ് പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഡിലീറ്റ് ചെയ്ത പോർഷൻ ഇതാണെന്ന്. ഇത് ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഡിലീറ്റ് ചെയ്തത് കൺസർവേഷൻ തിയറമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ചെയ്യാം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഇസ് കൺസർവ്ഡ് ഇഫ് ദ ഫോഴ്സ് ഡൂയിങ് എ വർക്ക് ഓൺ ഇറ്റ് ആർ കൺസർവേറ്റീവ്. അപ്പോൾ ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴാണ് കൺസർവ്ഡ് ആവെന്ന് പറയുന്നത്? അതിൻ്റെ വർക്ക് ചെയ്യുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ. അപ്പോൾ വാട്ട് യു മീൻ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ്? നിങ്ങൾക്കറിയാം എന്താണ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുന്നവരൊന്ന് വേഗം പറയോ? വാട്ട് യു മീൻ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ്? എനിബഡി നോ? അറിയോ ആർക്കെങ്കിലും? നോ, റൈറ്റ്? ഓക്കെ, ഒന്നുമില്ല. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്, ആ കൺസർവേറ്റീവ് ഫോഴ്സ് അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് അത് മൂവ് ചെയ്ത പാത്തിനെ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. കൺസർവേറ്റീവ് ഇസ് നോട്ട് ഗോയിങ് ടു ഡിപ്പെൻഡ് ദ പാത്ത് ദാറ്റ് ഫോളോഡ്. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫോഴ്സ് ചെയ്ത വർക്കിന്റെ ആ പാത്തിനെ അത് എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. ബട്ട് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ അല്ലെങ്കിൽ ആ പ്ലേസിനെ അതിനെ എന്ത് ചെയ്യും? അതിനെ ഡിപ്പെൻഡ് ചെയ്യും. വിച്ച് ഈസ് നോൺ ആസ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, conservative force not depends on the path, not depends on the path, depends on the path followed. Clear? I hope it's clear. എല്ലാവർക്കും ക്ലിയർ അല്ലേ? Okay, Amin is so good. He's given the complete definition. Okay. I mean complete definition comment ആയിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് വെരി ഗുഡ്. യെസ്, എന്താണ്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പക്ഷേ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു, നമുക്കിനി ഇത് പ്രൂവ് ചെയ്യണം. സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതിയോ? ടോട്ടൽ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ഈ ഡയഗ്രാം ഓർത്ത് വയ്ക്കാം. ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, അറ്റ് എ ഹൈറ്റ്, ഒരു ഹൈറ്റ് എച്ചിൽ ഞാൻ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഹൈറ്റ് എച്ചിൽ ഞാനൊരു ബോൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഹൈറ്റ് എച്ചിൽ. ഓക്കെ, വെയിറ്റ്, give me a second. ഓക്കെ, ഒരു ഹൈറ്റ് എച്ചിൽ ഞാനൊരു ബോൾ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ പോയിന്റ് എ. ഓക്കെ, ആൻഡ് ദ ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട് ഇസ് എച്ച്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. എ എന്ന് പറയുന്ന പോയിന്റിലാണ് അത് വെച്ചിരിക്കുന്നത്. ക്ലിയർ? ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു മിഡിൽ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ മിഡിൽ പോയിന്റ് വി ആർ ഗിവിംഗ് ദ പോയിന്റ് ബി ആൻഡ് ദിസ് ഈസ് ഫ്രം സി. ഓക്കെ, ഇതെന്ന് പറയുന്നത് സി ആണ്. From C we are giving, oh my god, give me 1 second. C തൊട്ടിട്ട് B വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? C തൊട്ടിട്ട് B വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് we are taking x. ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. ഗ്രൗണ്ട് എന്ന് അറ്റ് എ ഹൈറ്റ് എച്ചിൽ നമ്മൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ആ ബോൾ അവിടുന്ന് ഡ്രോപ്പ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഗ്രൗണ്ടിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 പോയിന്റ്സിലും നമ്മളുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ആണ് അല്ലെങ്കിൽ കൺസർവ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് 3 പോയിന്റിലും നമുക്ക് കിട്ടുന്ന ടോട്ടൽ എനർജി വിച്ച് ഷുഡ് ബി ഈക്വൽ, എങ്കിൽ മാത്രമേ ഇത് കൺസർവ്ഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഡെറിവേഷനാണ്. നമ്മൾ 3 പാർട്ടായിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ പാർട്ട് എ. ഓക്കെ, അറ്റ് എയിൽ എന്താ സംഭവിക്കാൻ നോക്കാം. സി, അറ്റ് എയിൽ ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ വെച്ചിരിക്കുകയാണ്. ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ വെച്ചിരിക്കുന്നു, അത് റെസ്റ്റിലാണ്. റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് വെലോസിറ്റി ഉണ്ടാവുമോ? റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് വെലോസിറ്റി ഉണ്ടാവുമോ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതിന് എന്തെങ്കിലും വെലോസിറ്റി ഉണ്ടാവില്ല. വെലോസിറ്റി ഷുഡ് ബി 0, റൈറ്റ്? So we can write total energy, which is nothing but kinetic energy plus potential energy. അപ്പോൾ ഇതിൽ kinetic energy is equal to half mv square and v is equal to 0. അല്ലേ, റെസ്റ്റിലാണ്, അതുകൊണ്ട് v 0 ആയിരിക്കും. So kinetic energy is 0. Kinetic energy is 0 equal to 0. Now the second one, potential energy. നമുക്കറിയാം മാക്സിമം ഹൈറ്റിലാകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കുമോ? അല്ല, പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കില്ല. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഹൈറ്റ് സി തൊട്ട് എ വരെയുള്ള ഹൈറ്റ് എത്രയാണ്? h ആണ്. സോ വി ക്യാൻ സേ h is equal to h ആണ്. സോ mgh തന്നെ. ക്ലിയർ? സോ കൈനറ്റിക് എനർജി 0 ആണ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് mgh. സോ ടോട്ടൽ എനർജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി 0 ആയിരുന്നു ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് mgh, വിച്ച് മീൻസ് ദ ആൻസർ ടോട്ടൽ എനർജി ഈസ് mgh. ഓക്കെ, total energy is equal to mgh. This is the first equation. Clear? This is the first equation. Now what we are going to do? Now consider the second point B. ഇവിടെ B എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള ഇതിന്റെ ടോട്ടൽ എനർജി കാണാം. അറ്റ് പോയിന്റ് B ഇതിന്റെ എനർജി എന്തായിരിക്കുന്നു എന്ന് കാണാം. സോ ദ സെക്കൻഡ് വൺ ഇസ് അറ്റ് B. ഓക്കെ, അറ്റ് B. അറ്റ് ബിയിൽ എന്താണ് ഇതിന്റെ എനർജി എന്നാണ്. സി, അറ്റ് ബിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. അല്ലേ, ബിയിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. ടോട്ടൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഫസ്റ്റ് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതാം. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. അല്ലേ, ഒരു ഒബ്ജക്റ്റ് അവിടെ നിന്ന് താഴേക്ക് ഇട്ട് കഴിയുമ്പോൾ, അത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഓഫ്കോഴ്സ് ഒരു വെലോസിറ്റി ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ? ഒരു വെലോസിറ്റി ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഫസ്റ്റ്. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇസ് v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, നമുക്ക് അത് ആ ഇക്വേഷൻ നമ്മൾ പല സ്ഥലത്തും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. ഇവിടെ u ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അല്ലേ, u നമ്മളുടെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യലി ഒബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി 0. So we can write v square is equal to 2as. അല്ലേ, v square 2as എഴുതാം. Acceleration is due to gravity, right? v square is equal to, so we can write 2g and s എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. s is equal to how much? s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലിസൺ, ഇവിടെ a തൊട്ട് c വരെ, അല്ലെ c തൊട്ട് ഗ്രൗണ്ടിൽ നിന്ന് a വരെയുള്ള പോയിന്റ് ആണ് h എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ഗ്രൗണ്ട് ടു ടിൽ ബി, ദ പോയിന്റ് ബി, എക്സ് ആണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ വാട്ട് വി നീഡ് ടു ഫൈൻഡ്? എ തൊട്ട് ബി വരെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഈസി അല്ലേ? എ തൊട്ട് ബി വരെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? എ തൊട്ട് ബി വരെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നിങ്ങൾ പറയണ ആൻസർ. എ തൊട്ട് ബി വരെ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ആർക്കും അറിയില്ലേ? എ തൊട്ട് ബി വരെ, ഫ്രം എ ടു ബി h മൈനസ് എക്സ്. വെരി ഗുഡ്, യെസ്. എ തൊട്ട് ബി, സി ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നതാണ് എ. ഇവിടെ എ തൊട്ട് സി വരെയാണ് h എന്ന് പറയുന്നത് ആൻഡ് സി തൊട്ട് ബി വരെ എക്സ് ആണ്. സോ എ തൊട്ട് ബി വരെ ഉള്ളത് എന്താണ്? h മൈനസ് എക്സ്. സോ വി ക്യാൻ റൈറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് h മൈനസ് എക്സ്. സോ എസിന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു h മൈനസ് എക്സ്. ക്ലിയർ? ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ v സ്ക്വയർ ആണ്. അല്ലേ, ഇതെന്ന് പറയുന്നത് v സ്ക്വയർ ആണ്, അല്ലാണ്ട് വെലോസിറ്റി അല്ലല്ലോ. h മൈനസ് എക്സ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് m v സ്ക്വയറിന് പകരം 2g h മൈനസ് എക്സ്. 2 get cancelled. So what will get? mg h minus x. Okay, mg h minus x കിട്ടി. Now the potential energy.
പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. h എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? x ആണ് അല്ലേ? h is equal to x ആണ്. h is equal to x ആണ്. സോ വി ക്യാൻ റൈറ്റ്, നിങ്ങൾ കാണുന്നില്ല അല്ലേ? സോ ഐ വിൽ റൈറ്റ് ഇൻ ദ നെക്സ്റ്റ് പേജ്. വെയിറ്റ്. So potential energy, which is nothing but mgh. Here we are taking h is equal to x, which means potential energy is given by mgx. Answer ആയിട്ടില്ല. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി is equal to kinetic energy plus potential energy. So നമുക്ക് എത്രയാണ് കിട്ടിയത്? mgh minus x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. mgh minus mgx plus mgx. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ? സോ ദ ലെഫ്റ്റ് mgh. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ? സോ സെക്കൻഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും ഈക്വൽ ആയി. എയിലും ബിയിലും എനർജി കൺസേർവ്ഡ് ആണ്. നൗ വാട്ട് വി ഹാവ് ടു ഫൈൻഡ്, നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? സി കണ്ടുപിടിക്കണം. അതായത് ഗ്രൗണ്ടിൽ അതിൻ്റെ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. സോറി, ടോട്ടൽ എനർജി നമ്മൾ കണ്ടുപിടിക്കണം. സോ അറ്റ് സി, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സിയിലെത്തുമ്പോൾ അതായത് ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ വെലോസിറ്റി ഉണ്ടാകും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമോ? ഗ്രൗണ്ടിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമോ? വെയിറ്റ്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. റൈറ്റ്. വി സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെയും യു എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി വിച്ച് ഇസ് 0. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ. ഓക്കെ, കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as plus 2as. This is 0. So v square is equal to 2as. ഇവിടെ acceleration is due to gravity and displacement എത്രയാണ്? A തൊട്ട് C വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? h അല്ലേ? A തൊട്ട് C വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് h ആണ്. So we can write v square is equal to 2gh. Okay. Then kinetic energy is equal to half mv square, which implies half 2m to half m 2gh. 2 get cancelled. What will get? mgh. Okay. And potential energy എന്തായിരിക്കും? നിലത്ത് വന്ന് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു സാധനത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമോ? ഹൈറ്റ് 0 അല്ലേ? സോ ഹൈറ്റ് is equal to 0. So u is equal to, or potential energy is equal to what? Potential energy എന്തായിരിക്കും? Potential energy 0 ആയിരിക്കും. Potential energy is equal to 0, which means our total energy is nothing but mgh plus 0, which is equal to mgh. This is our third equation. നമുക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ടാകും. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് കിട്ടിയത്? mgh. സെക്കൻഡ് ഇക്വേഷൻ എന്താണ് കിട്ടിയത്? mgh. Third is also mgh, which means the total energy is conserved. Total energy is conserved. Okay. മൂന്ന് കേസിലും at B, at C, at A, മൂന്ന് കേസിലും നമുക്ക് കിട്ടിയത് mgh ആണ്. So it is conserved. Now the next thing, variation of kinetic energy and potential energy and total energy with the height. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നോക്കാം. എക്സ് ആക്സിസിൽ ഹൈറ്റ് തന്നിട്ടുണ്ടാവില്ല, നമ്മൾ വരയ്ക്കേണ്ടി വരും. സോ എക്സ് ആക്സിസിൽ ഹൈറ്റ് വരയ്ക്കുക. ഓക്കെ. ആൻഡ് വൈ ആക്സിസിൽ എന്താണ്? എനർജി. സോ ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും അല്ലേ? ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ദ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി. ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജി ആൻഡ് ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. This is the potential energy.
potential energy and kinetic energy, and this is the total energy. This is the total energy. ഈ ഗ്രാഫ് എന്തായാലും ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഹൈറ്റ് മാക്സിമം ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, ആൻഡ് മാക്സിമം ഹൈറ്റിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി ഉണ്ടാവുക ഇല്ല, കൈനറ്റിക് എനർജി ഈസ് 0. ഈ ഗ്രാഫ് മറന്നു പോകരുത്. സോ ദ നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, ഒരു സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിബഡി ഹാവ് എനി ഡൗട്ട്? ഒന്ന് കമൻറ്റ് ചെയ്തേ, കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേന്ന്. Everything is okay? Yes, yes. Any doubt? നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. Okay. So we are going to continue the rest. Next, potential energy of a spring. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വളരെ ഈസിയാണ്. ഇത്രയും ശ്രദ്ധിക്കാം. ഇവിടെ ഒരു റിജിഡ് വോളുമായിട്ട് ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so consider ഒരു സ്പ്രിങ്ങിൻ്റെ one end is attached to a rigid part of, and other end of the spring is connected to a mass or a block. Okay, other end എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു മാസ്. ഓക്കെ, ഒരു ബ്ലോക്ക് സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡുമായിട്ട് കണക്ട് ചെയ്തു, അതർ എൻഡ് ഒരു റിജിഡ് ബോഡിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മെയിൻ പൊസിഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്ന x is equal to 0 എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബോക്സ് പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ട് അതിനെ വിട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും? അത് ഓസിലേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അതിനെ വലിക്കാൻ വേണ്ടി നമ്മളെടുത്ത വർക്ക് ഡൺ ആണ് അവിടെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ എത്രയാണോ ആ ബ്ലോക്ക് ഓഫ് മാസിനെ ആ സ്പ്രിങ് വഴി നമ്മൾ വലിച്ചത്, അതായത് ഇങ്ങോട്ട് വലിച്ചത്, അത്രയുമാണ് അവിടെ തിരിച്ചു വിടുമ്പോൾ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ആൻഡ് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് നമ്മൾ എന്തെടുക്കുന്നു? എക്സ് എന്ന് എടുക്കുന്നു. ക്ലിയർ? ആൻഡ് നോട്ടീസ് ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബ്ലോക്ക് ഓഫ് മാസിനെ പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് ഈസ് ഈക്വൽ ടു kx എന്ന് എടുക്കാം. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു kx എടുക്കാം. k എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഇതൊരു സ്പ്രിംഗുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതല്ലേ, സോ ഇറ്റ് ഈസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. Or maybe we are going to consider the resistive force, or not the resistive force, the restoring force. ഓക്കെ, അതായത് നമ്മൾ ആ ബ്ലോക്ക് ഓഫ് മാസ് പിടിച്ച് വലിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്, which is in the opposite direction of applied force. So we can take the negative. So F is equal to minus kx. So maybe according to this your answer will be changed. So Fx ആണ് നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് എടുക്കുന്നതെങ്കിലോ, സോറി റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് എടുക്കുന്നതെങ്കിലോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റീസ്റ്റോറിംഗ്. then the answer is F is equal to minus kx. സോ നമുക്ക് ചെയ്താലോ? ക്ലിയർ? സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ്, ഇവിടെ നടക്കുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? ഇതിനെ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ട്. സോ വർക്ക് ഡൺ ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, എഫ് ഇൻറ്റു എസ്. ഓക്കെ, വർക്ക് ഡൺ ഇസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ഇവിടെ നടന്ന ഡിസ്പ്ലേസ്മെന്റ് മീൻ പൊസിഷൻ 0 എന്ന് ഒരു കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട്, അതിനെ നമുക്ക് ഡി എക്സ് എടുക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് ഡി എക്സ് എടുക്കാം. മീൻ പൊസിഷൻ 0 എന്ന് നമ്മളൊരു എക്സിലേക്കാണ് അതിൻ്റെ മാക്സിമം പോയിന്റ് കൊണ്ടുപോകുന്നത്. So we are going to take the displacement is a small element dx. Okay, so we can write, okay, I'll write it. Displacement is equal to dx. So the work done is nothing but f dx. Okay, work done is f dx. ആൻഡ് നമ്മളൊരു സ്മോൾ വർക്ക് ഡൺ ആണ്, അത്രയും കുറഞ്ഞ ഏരിയയിലുള്ള വർക്ക് ഡൺ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എക്സ് എടുക്കാം. ഓക്കെ, നൗ വാട്ട് വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ്. ഓക്കെ, നമ്മൾ എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വാട്ട് വിൽ ഗെറ്റ്? വെയിറ്റ്, what we will get? W is equal to
ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ്. ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ്. എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്കിവിടെ ഏത് വേണമെങ്കിലും എടുക്കാം. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണെങ്കിൽ മൈനസ് കെ എക്സ് എടുക്കാം, അതല്ല അപ്ലൈഡ് ഫോഴ്സ് ആണെങ്കിൽ കെ എക്സ് എടുക്കാം. ഒരു മാറ്റമില്ല. ഇപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എഫിന് പകരം നമ്മൾ എന്ത് എഴുതാം? കെ എക്സ് ഡി എക്സ് എഴുതും. ഓക്കെ, കെ ഇസ് എ കോൺസ്റ്റന്റ്, കെ പുറത്തെടുത്ത് എഴുതും. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് കെ വരുമായിരുന്നു, അപ്പം മൈനസ് കെ പുറത്തെടുത്ത് എഴുതും. ഓക്കെ, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിരുന്നെങ്കിൽ മൈനസ് കെ വരും, അപ്പം മൈനസ് കെ പുറത്തെടുത്ത് എഴുതും. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കെ എക്സ് ഡി എക്സ്. ഓക്കെ, ദെൻ കെ പുറത്തെടുക്കുന്നു, കെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? സോറി ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ നമ്മൾ പുറത്തെടുക്കുന്നു. ദെൻ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. എന്താണ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഇസ് നത്തിങ് ബട്ട് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഓക്കെ, സി എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, കുഴപ്പമില്ല. സോ കെ ഇസ് നത്തിങ് ബട്ട് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, എക്സ് വൈ ബൈ 2 പ്ലസ് സി വേണം ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്. സി, ഇവിടെ നമ്മൾ എവിടം തൊട്ടാണ്? 0 ടു മീൻ പൊസിഷൻ 0 ആണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് ടിൽ ആൻ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ, പിന്നെ എക്സ് എന്നാണ് വരുന്നത്. സോ നമ്മൾ എവിടം തൊട്ട് എവിടം വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 0 ടു എക്സ്. നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ടു എക്സ്. ഓക്കെ, 0 ടു എക്സ് വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ദാറ്റ് കെ എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് കൊടുക്കുക 0 to x. What we will get? K into x square by 2. കാരണം എക്സിന് എക്സ് കൊടുത്താൽ എക്സ് തന്നെയല്ലേ, മൈനസ് എക്സിന് 0 കൊടുക്കുക 0 സ്ക്വയർ ബൈ 2. സോ ഈ ടേം 0 ആയി പോകും. വാട്ട് വിൽ ഗെറ്റ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ ബൈ 2, or we can say that half kx square. Work done is equal to half kx square, or this is equal to the potential energy. അതായത് അവിടെ ചെയ്ത വർക്ക് ഡൺ തന്നെയാണ് അവിടെ എന്തായിട്ട് മാറിയത്? അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ഇനി നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിരുന്നു എടുത്തതെങ്കിൽ ഇത് എന്ത് വരും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ക്ലിയർ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ കേസിൽ. ഓക്കെ, ഐ വിൽ റൈറ്റ് ഇൻ ദ നെക്സ്റ്റ് പേജ്. റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ കേസിൽ എന്ത് വരും? Work done is equal to minus half kx square. This is nothing but the potential energy. Clear? എല്ലാവർക്കും ക്ലിയർ ആണോ? So any doubt? Any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സോ വിൽ കണ്ടിന്യൂ വിത്ത് ദ നെക്സ്റ്റ്. നോ? ഓക്കെ, ഓക്കെ, ഫൈൻ. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് പവർ. പവർ എന്ന് പറയുന്നതും ചെറിയൊരു സംഭവമാണ്. കോൺസെപ്റ്റ് ഇസ് വെരി സ്മോൾ, പക്ഷെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1-2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് പവർ? പവർ ഇസ് നത്തിങ് ബട്ട് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ. വർക്ക് ഡൺ ചെയ്യുന്നതിൻ്റെ അല്ലെ വർക്ക് ഡണ്ണിൻ്റെ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? പവർ എന്ന് പറയുക. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. ഓക്കെ, ദിസ് ഈസ് കോൾഡ് പവർ, വർക്ക് ഡൺ ബൈ ടൈം. ഇനി വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വാട്ട്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. നമുക്കറിയാം എസ് ബൈ ടി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇസ് നത്തിങ് ബട്ട് ദ വെലോസിറ്റി. സോ വി ക്യാൻ റൈറ്റ് പി ഇസ് നത്തിങ് ബട്ട് എഫ് ഇൻറ്റു വി. ഓക്കെ, പി എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻറ്റു വി എന്ന് എഴുതിക്കൂടെ? കാരണം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താണ്? വി ആണ്. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ 2 ഇക്വേഷൻ ഉണ്ട്. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ആൻഡ് പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. Now, what is the unit? Unit എന്താണ്? Unit is nothing but watt. Unit എന്താണ്? Watt ആണ് ഇതിൻ്റെ യൂണിറ്റ്, പവറിൻ്റെ യൂണിറ്റ്. And one more thing,
നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തത് ഒരു ഹോസിന്റെ പവറിന്, അതായത് ഒരു കുതിരയുടെ ശക്തിനെയാണ് നമ്മൾ ഹോസ് പവർ എന്ന് പറയാം. അപ്പോൾ അതായിരുന്നു പവറിന്റെ യൂണിറ്റ്. സോ 1 HP എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മേ ബി ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. 1 HP ഈസ് ഹൗ മച്ച്, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. 1 HP ഈസ് നത്തിങ് ബട്ട് 746 വാട്ട്. ഇതും നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, 1 horse power is nothing but 746 watt. Clear? I hope so. So the last topic, ഇത് നമ്മളുടെ ലാസ്റ്റ് സെക്ഷൻ ആണ്. ഡൗട്ട് ഇല്ലല്ലോ? I'm asking if you guys have any doubt, you can comment. Okay. Can we take the collisions? Okay, collision. Okay, collision. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 3 types of collision ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇലാസ്റ്റിക് collision. What is elastic collision? Elastic collision ഇവിടെ ദാ, kinetic energy and linear momentum is conserved. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റവും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ആഫ്റ്റർ കൊളീഷൻ ആൻഡ് ബിഫോർ കൊളീഷൻ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ കൂട്ടിമുട്ടുന്നതിന് മുന്നും കൂട്ടിമുട്ടിയതിന് ശേഷം, കൊളീഷന് മുന്നും കൊളീഷന് ശേഷം എന്തായിരിക്കും? രണ്ടിൻ്റെ കൈനറ്റിക് എനർജിയും മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ്, inelastic collision. Inelastic collision. Inelastic collision is nothing but momentum is conserved, kinetic energy is not conserved. അതായത് momentum conserved ആയിരിക്കും, പക്ഷേ kinetic energy conserved ആയിരിക്കില്ല. Before collision and after collision. Okay, momentum is conserved but kinetic energy is not conserved. Clear? അതായത് രണ്ട് വെഹിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിമുട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതൊക്കെയാണ് എന്തിനുള്ള എക്സാമ്പിൾസ്? ഇൻഇലാസ്റ്റിക് കൊളീഷൻസിലുള്ള എക്സാമ്പിൾസ്. ദെൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ആഫ്റ്റർ എ കൊളീഷൻ ദ ടു ബോഡീസ് സ്റ്റിക്സ് ടുഗെദർ ആൻഡ് മൂവ് ആസ് എ സിംഗിൾ സിസ്റ്റം. അതായത് രണ്ട് ഒബ്ജക്ട്സ് കൊളൈഡ് ചെയ്യുന്നു, കൊളീഷന് ശേഷം അതൊരു ഒറ്റ സിസ്റ്റമായിട്ട് മാറുന്നു. ഒറ്റ സിസ്റ്റമായിട്ട് മാറുന്നു. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു വുഡൻ ബ്ലോക്കിലേക്കൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഗണ്ണ് അവിടെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ആ ബുള്ളറ്റ് എവിടെ വുഡൻ ബ്ലോക്കിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് എന്ത് പറയാം? പിന്നെ അതൊരു സിസ്റ്റമായി. ബിഫോർ കൊളീഷൻ അത് രണ്ട് സിസ്റ്റം ആയിരുന്നു. ആഫ്റ്റർ കൊളീഷൻ ഇറ്റ് ബിക്കം എ സിസ്റ്റം. ഓക്കെ, അത് ഒരു സിസ്റ്റമായി മാറി. അതിന് നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ക്ലിയർ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. Now collision in one dimension. Collision in one dimension. Okay, wait. Give me a second.
Okay, sorry, there were some technical issues. So can we restart? Collision in one dimension. Ready? Okay, so collision in one dimension ആണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. 3 types of collisions നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നോക്കേണ്ടത്? ഒരു ഡെറിവേഷൻ ഉണ്ട് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഒക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്ത് എഴുതി വെക്കുക? ഇലാസ്റ്റിക് കൊളീഷൻ എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. സി, ഇലാസ്റ്റിക് കൊളീഷന് കൈനറ്റിക് എനർജിയും മൊമെന്റവും കൺസേർവ്ഡ് ആണ്. സോ വി ക്യാൻ റൈറ്റ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം ഇസ് കൺസേർവ്ഡ്. ഓക്കെ, മൊമെന്റവും കൺസേർവ്ഡ് ആണ്. ഓക്കെ, കൈനറ്റിക് എനർജിയും മൊമെന്റവും കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എഴുതേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വെരി സിമ്പിൾ. രണ്ട് ഒബ്ജക്ട്സ്, മാസ് m1 and this is m2. This is moving with a velocity u1 and this is moving with a velocity u2. രണ്ട് ഒബ്ജക്ട്സ് m1 ഉം m2 രണ്ട് ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇത് ആഫ്റ്റർ കൊളീഷൻ, ഇത് ബിഫോർ കൊളീഷൻ ആണ് കേട്ടോ. ദെൻ വാട്ട് ഹാപ്പൻ? u1 ഉം u2 ആയിട്ട് കൊളൈഡ്, m1 ഉം m2 ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം m1 is moving with the velocity v1 is moving with the velocity v1. Okay, then m2 എന്ത് വെലോസിറ്റിയിലാണ്? m2 is moving with the velocity v2. Okay, before collision m1 have velocity u1, m2 ന്റെ velocity u2. After collision m1 ന്റെ velocity v1 ആയി, m2 ന്റെ velocity v2 ആയി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൊളീഷൻ നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. u2 ന്റെ വെലോസിറ്റിനേക്കാളും കൂടുതലായിരിക്കണം എന്ത്? u1 ന്റെ വെലോസിറ്റി. സോ u1 is greater than u2, റൈറ്റ്? u1 is greater than u2. ഇനി രണ്ട് സെക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊമെന്റം കൺസേർവ്ഡ് ആണെങ്കിൽ നമുക്കറിയാം മൊമെന്റം എപ്പോഴാണ്? മൊമെന്റം കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇക്വേഷൻ എന്തായിരുന്നു? മൊമെന്റം ബിഫോർ കൊളീഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ദ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. So P before collision which is equal to momentum after collision. Okay, wait, I write the heading. Okay, momentum conserved. So momentum before collision which is equal to momentum after collision. നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? So what is the momentum before collision? m1 u1 plus m2 u2. After collision m1 v1 plus m2 v2. So m1 u1 plus m2 u2 which is equal to m1 v1 plus m2 v2. Clear? ഇതാണ് നമ്മുടെ momentum before collision and momentum after collision. So now നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ m1 ന്റെ ടേംസിനൊക്കെ ഒരു സൈഡിലേക്കും m2 ന്റെ ടേംസിനൊക്കെ ഒരു സൈഡിലേക്കും ആയിട്ട് റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നു. So m1 u1 minus m1 v1 which is equal to m2 v2 minus m2 u2. Clear? m2 v2 minus m2 u2. Now taking common m1 u1 minus v1 which is equal to m2 into v2 minus u2. Clear? Okay, ഇതാണ് നമ്മളുടെ ഒരു ഇക്വേഷൻ കേട്ടോ. This is the first equation. Now we are going to do the second part. Kinetic energy is conserved. Kinetic energy is conserved. Kinetic energy conserved alle. So how we can write? Half m1 u1 square plus half m2 u2 square which is equal to half m1 v1 square plus half m2 v2 square. Clear? Then now നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ മൊമെന്റത്തിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ റീഅറേഞ്ച് ചെയ്യാം. ഹാഫ് m1 u1 മൈനസ് ഹാഫ് സി m1 ന്റെ ടേംസ് ഒക്കെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഹാഫ് m1 v1 u1 സ്ക്വയർ ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് m2 v2 സ്ക്വയർ മൈനസ് ഹാഫ് m2 u2 സ്ക്വയർ. ഹാഫ് m2 u2 square. Now taking common half m1 u1 square minus v1 square
which is equal to half m2 v2 square minus u2 square. Half നമുക്ക് cancel ചെയ്തുകൂടെ, equate ചെയ്യല്ലേ. Then what we will get, m1 into u1 square minus v1 square, which is equal to m2 into v2 square minus u2 square. Okay, this is our second equation. ഇതാണ് നമ്മളുടെ second equation. Now what we have to do is, നമ്മളുടെ first equation നോക്കുക, second equation നോക്കുക, divided with 1. Second equation divided with 1. രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ റൈറ്റ് ദ ഇക്വേഷൻ m1 u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ബൈ m1 u1 മൈനസ് v1, m1 u1 മൈനസ് v1, okay, which is equal to m2 v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ ഡിവൈഡഡ് ബൈ m2 v2 മൈനസ് u2. ഇങ്ങനെ കിട്ടും. now നമുക്ക് വെറുതെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സി, ഈ ടേംസിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റി എഴുതാം? ആ ടേംസിനെ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, വെയിറ്റ് റൈറ്റ് ഹിയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഫോമിലേക്ക് മാറ്റി എഴുതാം. നമ്മളുടെ ന്യൂമറേറ്ററിനെ ഈ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? we will get m1 u1 plus v1 into u1 minus v1 divided by m1 u1 minus v1, okay, which is equal to m2 v2 plus u2 into v2 minus, okay, this is not seen right. Listen here, 2 divided by 1, നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? a square minus b square അപ്ലൈ ചെയ്യുന്നു. So we'll get the equation like m1 u1 square into v1, sorry, u1 v1 into u1 plus v1 into u1 minus v1, okay, m1 into u1 plus v1 into u1 minus v1 divided by m1 into u1 minus v1 we'll get, which is equal to m2 into v2 plus u2 into v2 minus u2 whole divided by m2 into v2 minus u2. So you can cancel this, right? These terms will get cancelled. So what is the last? u1 plus v1 which is equal to v2 plus u2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക, റൈറ്റ്? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? u1 മൈനസ് u2 which is equal to v2 minus v1. This is the equation you have to remember in one dimension. That's it. ഇത് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഇത് ക്ലിയർ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തേ. നമ്മൾ ചെയ്ത ഡെറിവേഷൻ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. Is it clear? Hope so. ലാസ്റ്റ് ഒരു ഡെറിവേഷനും കൂടി നമുക്ക് ചെയ്യാനുണ്ട്, കൊളീഷൻ ഇൻ 2 dimension, which is very simple. കൊളീഷൻ 2 dimension, അതായത് m1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു ബോഡി m2 ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു, m1 m2 കൊളൈഡ് ചെയ്യുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻ? രണ്ടും സ്കാറ്റർ ചെയ്ത് പോകുന്നു. ആൻഡ് m1 is going in this direction and m2 is going in this direction. So I'll draw here m1 m2, okay. ഇതെന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. Then this is our x axis, ഇതിങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ദിസ് ഡയറക്ഷൻ. ദിസ് ഇസ് m1, this is m2, this is moving with a velocity u1, this is moving with a velocity u2 and scattered with an angle theta, okay. രണ്ടും കൊളൈഡ് ചെയ്യുന്നു, രണ്ടും സ്കാറ്റർ ചെയ്തു പോകുന്നു. ആൻഡ് ഇതെന്ന് പറയുന്നത് m1 ആണ്, ഇതെന്ന് പറയുന്നത് m2 ആണ്. സോ ദിസ് ഇസ് v2, ദിസ് ഇസ് v1. നൗ വാട്ട് വി ഹാവ് ടു ഡു ഇസ്, നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ റിസോൾവ് ചെയ്യണം x കോമ്പണൻറ്റും y കോമ്പണൻറ്റും. സോ വാട്ട് വിൽ ഗെറ്റ്? x കോമ്പണൻറ്റ് എന്തായിരിക്കും കിട്ടുക? x കോമ്പണൻറ്റ് ഇസ് നത്തിങ് ബട്ട്
see V1 cos theta 1 and this is ഇതിൻ്റെ x component V2 cos theta 2 and here V1 sin theta 1 and here V2 sin theta 2. Okay, now ഇവിടെ എന്താണ് മൊമെന്റം കൺസർവ്ഡ് ആണ് കൈനറ്റിക് എനർജിയോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ മൊമെന്റം എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട് ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ. സോ ആദ്യം നമ്മൾ എക്സ് കോമ്പണൻസ് എഴുതുന്നു, ദെൻ വൈ കോമ്പണൻസ്. സോ എക്സ് കോമ്പണൻസ് ആദ്യം എഴുതാം മൊമെന്റത്തിന്റെ കേസിൽ കേട്ടോ. സോ എക്സ് കോമ്പണന്റ് എന്ന് പറയുന്നത് ബിഫോർ കൊളീഷൻ എന്താണ് m1 into u1 plus m2 into u2. So m1 u1 plus m2 u2 which is equal to കാരണം x direction. Then x component എഴുതുക after collision m1 v1 cos theta 1 plus m2 v2 cos theta 2. Okay, now the y direction. Y direction നോക്കി before collision y direction ഉണ്ടോ? Y direction ഇല്ല, right? So which is 0 is equal to y components m1 v1 sin theta 1. അടുത്തത് പ്ലസ് അല്ല, ലുക്ക് ഇവിടെ y ഡയറക്ഷനിൽ രണ്ട് കോമ്പണൻസും കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഒന്ന് അപ്വേർഡും ഒന്ന് ഡൗൺവേർഡും ആണ്. സോ മൈനസ് m2 v2 sin theta 2. ക്ലിയർ? നൗ ദ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. എനർജി സ്കാലാർ ക്വാണ്ടിറ്റി ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ലൈക്ക് ദിസ് kinetic energy half m1 u1 square plus half m2 u2 square which is equal to half m1 v1 square plus half m2 v2 square. That's enough. Okay, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക മൊമെന്റം കൺസർവ്ഡ് ആണ് ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ. നമ്മൾ എന്ത് എഴുതുക? ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ്റെ എക്സ് കോമ്പണൻസ് ആദ്യം എഴുതുക, ദെൻ വൈ കോമ്പണൻസ്. ദിസ് ഈസ് ദ വൈ കോമ്പണൻസ്. ഓക്കെ, y components എഴുതാം. Then kinetic energy is a scalar quantity, so you don't need to indicate the direction. So half m1 u1 square plus half m2 u2 square which is equal to half m1 v1 square plus half m2 v2 square. That's it. So I think നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Is there any doubt? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ഓക്കെ, സോ യെസ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വർക്ക് എനർജി പവർ നമ്മളെല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. താങ്ക് യു. സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.